Good morning students, welcome to a new session. Today we are discussing about Primary Cooperative Agricultural and Rural Development Banks, PCARDB. കഴിഞ്ഞ സെഷൻസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും. അതിൽ തന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സൊസൈറ്റീസ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ഓർ മീഡിയം ടേം അഗ്രികൾച്ചറൽ ലോൺസ് എന്നും സൊസൈറ്റീസ് പ്രൊവൈഡിങ് ലോങ് ടേം അഗ്രികൾച്ചറൽ ലോൺസ് എന്നും. അതിൽ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം അഗ്രികൾച്ചർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നും പറയും. ഓക്കെ, PACS അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ലോങ് ടേം അഗ്രികൾച്ചർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റീസാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള സൊസൈറ്റിയാണ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കീഴിൽ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രാഥമിക തലത്തിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റിയാണ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCARDBസിനെ കുറിച്ചിട്ടാണ്. ടുഡേ ലെറ്റ് us discuss the history of primary cooperative agriculture rural development banks. The Land Mortgage Bank of India, which was incorporated in 1863 in London, was the first land mortgage bank to be established in India. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ലാൻഡ് മോർഗേജ് ബാങ്ക് ഓഫ് ഇന്ത്യ 1863. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഏറ്റവും എന്താ പറയുക, ഹിസ്റ്റോറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഒരു പഴയ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആരംഭിക്കുന്നത് ഈ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടിയാണ്. ഓക്കെ, and the bank, which was a private concern, carried on lending on the mortgage of lands throughout the whole of India and existed for 20 years only. ഈ ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് മോർഗേജ് ഓഫ് ലാൻഡ്, അതിൻ്റെ ബേസിൽ ലാൻഡ് മോർഗേജിൻ്റെ അടിസ്ഥാനത്തിൽ ലെൻഡിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓൾ ഓവർ ദി ഇന്ത്യ ഫങ്ഷൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് കൺസേൺ ആയിരുന്നു ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് 20 വർഷത്തോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആഫ്റ്റർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് അറ്റ് ജാങ്, പഞ്ചാബിലെ ജാങ്ങിലാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1920. അതിൻ്റെ തുടർച്ചയായിട്ട് മെനി കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് were established in India. So the first cooperative land mortgage bank was established in 1920 at Jang in Punjab. And after that, the Registrars Conference held in 1926 adopted a comprehensive resolution arguing the organization of land mortgage banks based on cooperative principles. And as per the request of Townshend Committee on Cooperation in Madras and the Royal Commission on Agriculture in India, a central cooperative land mortgage bank was started in Madras in 1929. The real beginning of the land mortgaging banking in India marked by the establishment of this bank. 1929 മദ്രാസിൽ ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇത് ടൗൺസൻ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ഇൻ മദ്രാസ് ആൻഡ് ദി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ, ഈ രണ്ട് കമ്മിറ്റീസിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 1929 മദ്രാസിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതാണ് ഇന്ത്യയിൽ മോർഗേജ് ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു എന്താ പറയുക ബിഗിനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ
In 1954, the All India Rural Credit Survey Committee recommended the establishment of Central Land Mortgage Bank in each state, and the priority to applications for loans for land improvement, reclamation and development, and purchase of agricultural machineries. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1954 ഒരു എല്ലാ സ്റ്റേറ്റിലും സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വേണമെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വെച്ചു. അതുപോലെ തന്നെ ഇത്തരം ബാങ്കുകളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ലോണുകളായിരിക്കണം? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റിനും അതുപോലെ തന്നെ റിക്ലമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി. അഗ്രികൾച്ചർ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻസിന് ആയിരിക്കണം ഇവരുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്നുള്ളതും അതിൽ ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അതുപോലെ തന്നെ കമ്മിറ്റിയുടെ മേജറായിട്ടുള്ള മറ്റൊരു റെക്കമെൻഡേഷനാണ് the government's contribution towards the share capital cooperatives at all levels. അതായത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും എന്ത് ചെയ്യണം? ഈ പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളിലേക്ക് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫണ്ട് എന്ന് പറയുന്നത് അവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലോങ് ടൈം ലോണുകളായിട്ട് RBIയിൽ നിന്നോ അതുപോലെ തന്നെ നാഷണൽ ക്രെഡിറ്റ് ഫണ്ടിൽ നിന്നോ ഒക്കെ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കുകളിൽ അവർ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതും ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ദ RBI ഡിസൈഡഡ് ടു സാങ്ഷൻ ലോങ് ടൈം ലോൺസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫ്രം 1969 to 1970. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അവരുടെ ഷെയർ ക്യാപിറ്റൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് RBI എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ലോങ് ടൈം ലോണുകൾ സാങ്ഷൻ ചെയ്യാനുള്ള തീരുമാനിക്കുകയുണ്ടായി. അത് 1969-70 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു ഡിസിഷൻ ഉണ്ടായിട്ടുള്ളത്. So, the All India Rural Credit Survey Committee 1954 stated that strong central and primary land mortgage banks are one of the foremost needs of the country's agricultural development today. And the RBI formulated a scheme of rural debentures with a view to mobilizing rural savings in 1957. And the second 5-year plan 1956-61 incorporated the major recommendations of the survey committee, and subsequently central land mortgage banks were SLDBs, SCARDBs established in states where such banks did not exist. 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും എന്ത് വേണമെന്നായിരുന്നു? സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ വേണമെന്നുള്ള റെക്കമെൻഡേഷനായിരുന്നു. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാനിന് ഈ ഒരു റെക്കമെൻഡേഷനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ നിലവിലില്ലാത്ത സംസ്ഥാനങ്ങളായ ബീഹാർ, കേരള ആൻഡ് രാജസ്ഥാൻ എന്നിവിടങ്ങൾ 1957 വെസ്റ്റ് ബംഗാളിലും പഞ്ചാബിലും 1958 ഉത്തർപ്രദേശിലും ഗോവയിലും 1959 ഇത്തരത്തിലുള്ള സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡ്യൂറിങ് ദി തേർഡ് 5-year plan period, land mortgage banks received massive support from institutional investors and RBI, SBI and the Life Insurance Corporation of India. The plan also provided for the organization of 265 new primary land mortgage banks. And during this period, land mortgage banks started orienting their loan policies to lend for productive purposes and started paying much attention to the development of agricultural land. And because of this, land mortgage banks began to be called land development banks. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാനിൽ ഈ ഒരു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്സുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബാങ്കുകൾ രൂപീകരിക്കുകയുണ്ടായി. അതിനുശേഷം മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും ഇത്തരത്തിലുള്ള ലാൻഡ് മോർഗേജ് ബാങ്കുകൾക്ക്
വളരെ വിപുലമായിട്ടുള്ള ഒരു സപ്പോർട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, RBIയുടെ ഭാഗത്തു നിന്നും, SBI, LIC ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ 265 പുതിയ പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാനും അവിടെ ഉണ്ടായി. അതുപോലെ ഡ്യൂറിങ് ദിസ് പീരീഡ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് എന്ത് ചെയ്തു, അവരുടെ ലോൺ പോളിസീസൊക്കെ റീഓറിയൻറ്റ് ചെയ്തു. അതായത് കൂടുതൽ പ്രൊഡക്റ്റീവായ പർപ്പസിന് വേണ്ടിയിട്ട് ലോണ് കൊടുക്കാനും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇത് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്നറിയപ്പെട്ട് തുടങ്ങി. കൂടുതൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഊന്നൽ നൽകുക വഴി ലാൻഡ് മോർഗേജ് ബാങ്കുകൾ 3-ാം പഞ്ചവത്സര പദ്ധതി കാലമായപ്പോഴേക്കും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ദേ വർ നോൺ ആസ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ആൻഡ് വിച്ച് വർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഏർലി 30s ആൻഡ് ആഫ്റ്റർ ദാറ്റ് അത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ആൻഡ് ബേസിക്കലി അവരെ പ്രധാനമായിട്ടും ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫാർമേഴ്സിന് അവരുടെ ഓൾഡ് ഡെപ്സ് റെഡ്യൂം ചെയ്യാനും അതുപോലെ തന്നെ ലാൻഡ്സിൻ്റെ ഓണർഷിപ്പ് റൈറ്റ്സ് സെക്യൂർ ചെയ്യാനും അവരുടെ കൃഷി മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുമൊക്കെയുള്ള സഹായങ്ങളാണ് ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ലാൻഡ് മോർഗേജ് ബാങ്ക് ഒരുപാട് ഫാർമേഴ്സിനെ മണി ലെൻഡേഴ്സിൻ്റെ പിടിയിൽ നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഈ ഫാർമേഴ്സിന് എന്ത് ചെയ്യും, വിളവെടുപ്പിൻ്റെ കാലത്തും മറ്റു കൃഷി ഇറക്കുന്ന സമയത്തൊക്കെ അവർക്ക് ക്യാഷ് ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ക്രോപ്സ് മുഴുവനും തിരിച്ച് അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. അത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്നൊക്കെ ഫാർമേഴ്സിനെ ഈ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. And after the country gained independence, these institutions were assigned the role of intermediate in long-term loans for carrying out investment activities in agriculture and came to be known as land development. നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു കൂടുതൽ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലും ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയത് കൂടി ഈ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എങ്ങനെ അറിയപ്പെട്ടു തുടങ്ങി, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഒരു ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. വിൽ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.